ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്തുകയായിരുന്ന ഹമാസ് സംഘത്തിന് നേരെയായിരുന്നു ഇന്നലെ ഇസ്രയേലിന്റെ ഈ അപ്രതീക്ഷിത ആക്രമണം. ഇന്നലെ ഉച്ച കഴിഞ്ഞ് നടന്ന ആക്രമണത്തിൽ നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഹമാസ് പിന്നീട് അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ പ്രവൃത്തി, ഈ ആക്രമണം വഞ്ചനാപരമെന്നാണ് ഖത്തർ പ്രതികരിച്ചത്. ഇസ്രയേലിനും ഹമാസിനും ഇടയിൽ ഈ മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയായിരുന്ന ഖത്തറിന്റെ ശ്രമങ്ങളെയൊക്കെ ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ നശിപ്പിക്കുകയായിരുന്നുവെന്ന് ഈ വ്യോമാക്രമണങ്ങളെയൊക്കെ അപലപിച്ചുകൊണ്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽഥാനി പിന്നീട് പറയുകയുണ്ടായി. അതേസമയം ഹമാസിനെ ആക്രമിക്കുന്നത് ന്യായീകരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, എന്നാൽ ആക്രമണം നടന്നത് അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സുരക്ഷാ പങ്കാളിയും കൂടിയായ ഖത്തറിൽ നടന്നത് നിർഭാഗ്യകരമെന്നാണ് പറഞ്ഞത്. അതേ ആക്രമണം നടക്കുന്നതിൻ്റെയൊക്കെ തൊട്ടു മുമ്പ് US സൈന്യത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഈ ഇസ്രയേലിന്റെ ഇത്തരം ഒരു ആക്രമണവും അപ്രതീക്ഷിതമായ ആക്രമണവും ഒക്കെ ഉള്ളതിലുള്ള തന്റെ അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഹമാസിനെ ആക്രമിക്കാൻ അവർ തെരഞ്ഞെടുത്ത സ്ഥലം ശരിയല്ല എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഏത് വിധേനയും ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിസ്ക് എടുത്ത് ഹമാസുമായി ചർച്ചകൾ നടത്തുന്ന ഖത്തറിനുള്ളിൽ ഏകപക്ഷീയമായി ബോംബാക്രമണം ഇസ്രായേൽ നടത്തിയത് അമേരിക്കയുടെ ശ്രമങ്ങളെയൊക്കെ ഇല്ലാതാക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മുഖേന ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഖത്തർ ഇത് നിഷേധിച്ചിരിക്കുകയാണ്. ദോഹയിൽ ആക്രമണം തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരം ഒരു ഫോൺ കോൾ വന്നതെന്നാണ് ഖത്തർ പറയുന്നത്.